നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഫ്സൽ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ഉണക്കമീൻ കറി ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവരുടെയും ഇഷ്ട വിഭവമായ ഉണക്കമീൻ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഉണക്കമീൻ കറി തയ്യാറാക്കുവാനായിട്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അയല വെച്ചിട്ടുള്ള കറിയാണ്. അയലയുടെ ഉണക്കമീനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് ഉണക്കിയെടുത്ത 2 അയലയുടെ ഉണക്കമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇടാനായിട്ട് പോകുന്നത് കുറച്ച് ചക്കക്കുരുവാണ്. കുറച്ച് ചക്കക്കുരു ഞാനിവിടെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒപ്പം തന്നെ ഒരു കായാണ് ഇതുപോലെ നുറുക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതൊരു പാൽച്ചേമ്പാണ്, ചെറിയൊരു പാൽച്ചേമ്പാണ് ഞാൻ മുറിച്ച് നുറുക്കി എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഈ പച്ചക്കറിക്ക് പകരം നമുക്ക് ഉരുളക്കിഴങ്ങോ അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും പച്ചക്കറികളൊക്കെ ആഡ് ചെയ്താലേ ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ച് നമ്മുടെ ഉണക്കമീൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീനെല്ലാം ഇവിടെ റെഡിയായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് ചേർക്കാനായിട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കേണ്ടതുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ലേശം പുളി ചേർത്ത് കൊടുക്കാം. ഒത്തിരിയൊന്നും വേണ്ട, ഒരു ലേശം പുളി മാത്രം മതി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഒപ്പം തന്നെ ഒരല്പം ചെറുജീരകം കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉണക്കമീനെല്ലാം ഇവിടെ പാകത്തിന് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണമെല്ലാം വരുന്നുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് മസാലയും കൂടി ചേർത്ത് റെഡിയാക്കി എടുത്താൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമീൻ കറി, അടിപൊളി ടേസ്റ്റിയായ ഉണക്കമീൻ കറി ഇവിടെ റെഡിയായി കിട്ടും. നല്ല അസഹനീയമായ മണമാണ് വരുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ഈ ഒരു പാകത്തിനാണ് ഞാൻ അരച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ അരയ്ക്കുമ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക. അത് നമുക്ക് നമ്മുടെ ഉണക്കമീനിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ മസാല എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്കറിയാം BP ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പ് കൂടിയ വിഭവങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇത്തരം പച്ചക്കറി എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ കറികളിൽ വരുന്ന ഉപ്പ് മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. ഈ ടൈമിൽ ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കുക. ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ തിളച്ച പാകത്തിനായി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെക്കേണ്ടതുണ്ട്. ഉപ്പെല്ലാം ഇവിടെ പാകമാണ് കേട്ടോ. ഞാൻ ഉപ്പെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, പാകത്തിനുണ്ട്. ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കൂടെ തന്നെ നിങ്ങൾ ആ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി റെസിപ്പീസ് നിങ്ങളുടെ കിച്ചണിലേക്കും എത്തുകയുള്ളൂ. കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻസ് അറിയിക്കാനും ആരും തന്നെ മറന്നു പോകരുത്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ എമ്മിയായ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി കൂടെ തന്നെ 1 സ്പൂണ് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റിയായ യമ്മിയായ ഏവരുടെയും നാവിൽ കൊതിയൂറുന്ന ഉണക്കമീൻ കറി ഇവിടെ റെഡിയാണ്. നല്ല അയല ഉണക്കമീൻ കറി ഇവിടെ റെഡിയാണ്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.